ഹായ് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നാച്ചുറൽ ആൻഡ് ട്രാവൽ ലവേഴ്സ് വ്ലോഗ് നാലോ ട്രാവലയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് നിങ്ങൾക്ക് കാട്ടിത്തരാൻ പോകുന്നത് ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു ക്ഷേത്രമാണ്. പരപ്പിൽ മനോകുന്നത്ത് ആയിരവല്ലി ക്ഷേത്രം. അപ്പോൾ ഇവിടെ മനോഹരമായ പ്രകൃതി സൗന്ദര്യമുള്ള കുറച്ച് കാഴ്ചകളൊക്കെ ഉണ്ട്. അതായി കാണുന്നില്ലേ, ഒരു അടിപൊളി സ്ഥലമാണ്. ഇവിടെ നല്ലൊരു പ്രത്യേക ഒരു വൈബ് ഫീൽ ചെയ്യുന്നുണ്ട് ഇവിടെ വന്നപ്പോഴത്തേക്ക്. ഞങ്ങൾ ഇങ്ങോട്ട് വന്നിട്ട് ഒത്തിരി നാളായി. അപ്പം പോകുന്ന വഴിയിലുള്ള കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് താഴോട്ട് പോകും. ഞങ്ങളിപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്നും ക്ഷേത്രത്തിലോട്ട് പോകാനുള്ള വഴി ഇതാണ്. നമ്മൾ കുറച്ച് വൈകുന്നേര സമയത്താണ് ഇങ്ങോട്ട് വന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഈ അസ്തമയ സൂര്യൻ്റെ കിരണങ്ങൾ ഏറ്റിട്ട് ഈ പ്രദേശം ഒരു സ്വർണ്ണ നിറത്തിൽ കാണപ്പെടുന്നുണ്ട്. ഈ വീഡിയോയിൽ എത്രത്തോളം ഫീൽ ചെയ്യുന്നുവെന്ന് അറിയത്തില്ല. എന്നാലും നേരിട്ടുള്ള കാഴ്ചയിൽ നല്ല ഭംഗിയുണ്ട്. അഗ്രാമ് എന്തായാലും മുന്നേ നടക്കുകയാണ്. അപ്പോൾ നമുക്ക് പോകുന്ന വഴിയിലുള്ള മനോഹരമായ സ്ഥലങ്ങളൊക്കെ കണ്ടുകൊണ്ട് നമുക്ക് ക്ഷേത്രത്തിന് അങ്ങോട്ട് പോകാം. ഞങ്ങളങ്ങനെ അവിടെ നടന്ന് ഇനി മുകളിലെത്തിയപ്പോഴത്തേക്ക് ഇവിടെ ചെറിയൊരു കശുമാവിൻ തോട്ടം ആരംഭിച്ചിട്ടുണ്ട്. അതെന്തായാലും കൊള്ളാം. പണ്ട് നമ്മുടെ നാട്ടിലൊക്കെ സുലഭമായിട്ടുണ്ടായിരുന്ന ഒരു സംഭവമാണ് ഈ കശുമാവ്. ഇത് ഇനി കാണുന്നില്ല. ഇപ്പോഴീ പ്രദേശം മുഴുവൻ റബ്ബർ കൃഷിയാണ്. പണ്ട് കാലത്ത് മരിച്ചീനി ഉൾപ്പെടെയുള്ള ധാരാളം കിഴങ്ങ് വർഗ്ഗ വിളകൾ സമൃദ്ധമായി വിളവെടുത്തിരുന്ന ഒരു പ്രദേശമാണ് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഒറ്റത്തവണത്തെ കൃഷി കൊണ്ട് വളരെ ദീർഘനാൾ വലിയ രീതിയിലുള്ള ആദായം കിട്ടുന്ന ഒന്നായതുകൊണ്ടായിരിക്കും എല്ലാവരും റബ്ബറിലോട്ട് തിരിഞ്ഞത്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഈ കാട്ടുപന്നിയുടെ ശല്യം വളരെ ഗണ്യമായിട്ടുണ്ട്. അതും ഒരു കാരണമാവാം. വേനൽക്കാലം ആയതുകൊണ്ട് ഈ റബ്ബറിൻ്റെ ഇലയൊക്കെ കുഴഞ്ഞ് പോകുന്ന വഴിയിൽ ഇങ്ങനെ മെത്ത പോലെ കിടക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലൂടെ നടന്നു പോകാൻ എന്തായാലും നല്ല സുഖമുണ്ട്. ഞങ്ങൾ പറഞ്ഞ ക്ഷേത്രത്തിലേക്ക് പോകാനായിട്ട് മറ്റ് റോഡ് മാർഗമുണ്ട്. ഇതുവഴി ഞങ്ങൾ വന്നിട്ട് ഒരുപാട് നാളായി. ഇതായിരിക്കും വഴി എന്നാണ് വിശ്വാസം. ഇവിടെ നിന്ന് നോക്കുമ്പോഴത്തേക്ക് കിഴക്ക് ഭാഗത്തായിട്ട് സംസ്കൃതത്തിൻ്റെ ഭാഗങ്ങളൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ എല്ലാം ഈ പുകമഞ്ഞിറങ്ങി കിടക്കുന്നതുകൊണ്ട് ഒന്നും വ്യക്തമല്ല. ഞാൻ പറഞ്ഞില്ലായിരുന്നു ഇവിടെ കാട്ടുപന്നിയുടെ ശല്യം അധികമുണ്ടെന്ന്. അപ്പോൾ ഈ കാട്ടുപന്നിയുടെ ശല്യം ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇവിടെ ഈ തകിട് വെച്ചിട്ട് അലൂമിനിയം ഷീറ്റ് വെച്ചിട്ട് ഇവിടെ മറച്ചു വെച്ചിട്ടുണ്ട്. ഇത് തൽക്കാലത്തേക്കുള്ള ഒരു ആശ്വാസം മാത്രമാണ്. കാട്ടുപന്നി ഇതൊക്കെ ജമ്പ് ചെയ്ത് അപ്പുറത്ത് കിടക്കും, അല്ലെങ്കിൽ തേറ്റ വെച്ച് കുത്തി മറിക്കുക. അതാണ് നമ്മൾ ഇതുവരെയും കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇത് മറച്ചിട്ട് ഇവിടെ വേറെന്തോ കൃഷി ചെയ്യാനുള്ള പ്ലാനാണ്. ഇവിടെ ഇപ്പം കുറച്ച് സ്ഥലത്ത് റബ്ബർ ഒഴിവാക്കിയിട്ടുണ്ട്. റബ്ബർ ഒഴിവാക്കിയിട്ട് വേറെന്തോ കൃഷി ചെയ്യാൻ പോവുകയാണ്. ഇലയൊക്കെ വെച്ചിട്ടിരിക്കുകയാണ്. അടിപൊളി വൈബ്, സൂപ്പർ, നല്ല ഭംഗിയുണ്ട് കാണാൻ. പിന്നെ ദൂരെ കാഴ്ച കിട്ടുന്നില്ല, കാരണം എല്ലായിടത്തും പുക മൂടി കിടക്കുന്നൊരവസ്ഥയാണ്. ഇതിൻ്റെ നേരെ താഴെ കണ്ടോ മൊബൈൽ ടവറൊക്കെ കാണാം. ഇവിടെ സഖ്യപർവ്വതത്തിൻ്റെ ഭാഗങ്ങൾ ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും. ഒരിക്കൽ ഒരു വീഡിയോയിൽ ഫോറസ്റ്റിൽ തന്നെ ഒരു തോട്ടം നമ്മൾ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തൊരു ആ വീഡിയോ കാണണം. തീർച്ചയായിട്ടും എല്ലാവരും കാണണം. എന്തായാലും നല്ല രസമുള്ള ഒരു അനുഭവമാണ് ഇത് നടന്നു പോകാനായിട്ട്. നല്ല പച്ചപ്പും കാറ്റും അടിപൊളി സൂര്യാസ്തമയത്തിനോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ കാഴ്ചകൾ കൊള്ളാം. നല്ല കുഴിയാണ് താഴോട്ട്, കണ്ടില്ലേ? നല്ല കുഴിയാണ് ഇവിടെ. അതുപോലെ തന്നെ മുകളിലോട്ടുള്ള കാഴ്ച കാണിച്ചു തരാം. അപ്പോൾ ഇതുവഴി നമ്മളൊരു ചെറിയ വഴി കണ്ട്. അപ്പോൾ ഈ കുന്നിൻ്റെ മണ്ടയിലോട്ട് കയറാൻ ഒരു ആഗ്രഹം. എന്തായാലും വന്നതല്ലേ, ഇതുവഴി കുന്നിൻ്റെ മണ്ടയിലോട്ടൊന്ന് കയറി നോക്കാം. അവിടെ നിന്നുള്ള കാഴ്ച എങ്ങനെയാണെന്നറിയാൽ. സംഭവം നല്ല കയറ്റവും. റബ്ബർ വെട്ടുകാർ പോകുന്ന വഴിയാണെന്ന് തോന്നുന്നു. അതേ കാട്ടുപന്നി പോകുന്ന വഴിയാണെന്നും അറിയാൻ വയ്യ. എന്തായാലും മുകളിലോട്ട് കയറിയിട്ട് അവിടെ നിന്നുള്ള കാഴ്ച കാണിക്കാം.
അയ്യോ, ഇവിടേക്ക് ഇഷ്ടംപോലെ പാറയുണ്ട്, കരിമ്പാറ. അഭിറാമ എൻ്റെ കൂടെ നടന്ന് കയറി വരെയാണ്. അഭിറാമ ഞാനത്തെ കയറ്റമൊക്കെ കയറിയിട്ടുണ്ടാ? കയറിയിട്ടുണ്ടാ? ഓ, ഈ കയറ്റം കയറിയപ്പോഴത്തേക്ക് ഞങ്ങൾ പണ്ട് ഉൾമേട് വഴി ശബരിമല പോയ ഓർമ്മ വരുന്നല്ലേ? അതെങ്ങനെ ഉണ്ടായിരുന്നു? അയ്യോ, ഇങ്ങോട്ട് നടന്നു നോക്കാം. അഭിരാമി ശ്രദ്ധിച്ച് വരണം കേട്ടാ. ഒന്ന് നമുക്ക് പരിചയമില്ലാത്ത സ്ഥലം, ചിലപ്പോൾ കാട്ടുപന്നി ഇവിടെ പതുങ്ങി കിടക്കും. പിന്നെ റബ്ബറിൻ്റെ ഇല വീണ് ഉണങ്ങി കിടക്കുന്ന ചിലപ്പോൾ സ്ലിപ്പാവും. അപ്പോൾ നമ്മൾ വേഗത്തിൽ നിന്ന് കയറി കേട്ടാ. അയ്യോ, നമ്മൾ കുറച്ച് സ്പീഡിൽ നിന്ന് നടന്നു. ഇതിലേക്ക് ഒന്ന് കയറാം. നോക്കി വരണേ തറയൊക്കെ, ഇതിപ്പോൾ എഴുതുകളൊക്കെ കാണും. അടിപൊളി. അയ്യോ, നമ്മളിവിടെ എത്തി, ഈ കുന്നിൻ്റെ ടോപ്പിലെത്തി. ഇവിടെ നിന്ന് നോക്കുമ്പോഴത്തേക്ക് ദൂരെയുള്ള വീടുകളൊക്കെ കാണാം. ഞങ്ങൾ താഴെ നിന്ന് കണ്ടതിനെക്കാട്ടി കുറച്ചുകൂടെ വ്യക്തമായിട്ട് ഈ കുന്നിൻ്റെ മുകളിലോട്ട് വന്നപ്പോഴത്തേക്ക് സഹീറോഗത്തിൻ്റെ ഭാഗങ്ങളൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ നിന്ന് കാണുമ്പോഴത്തേക്ക് അതിനൊരു വല്ലാത്ത സുഖം തന്നെ. ഇതുണ്ട, ഇങ്ങനെയുള്ള വഴിയെ കൂടെയാണ് നമ്മൾ പോകുന്നത്. ഇവിടെയൊന്നും ആരും വരക്കില്ല തോന്നുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ തൽക്കാലം ഇവിടെ നിന്ന് കയറുകയാണ്, തിരിച്ചു പോകണം. ഇവിടെ കുറച്ചൊരു അപ്പോൾ കാണുന്നുണ്ട്, ഇവിടെ എന്താണെന്ന് നോക്കാം. ഇവിടെ വന്നപ്പോഴത്തേക്ക് ഇവിടെ ഒരു കാവിൻ്റെ ഒരു ഫീലുണ്ട് കേട്ടോ. ഞാൻ മുമ്പ് പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇവിടെയാണ് ഈ പനവന്നത്ത് ഭദ്രാദേവി ക്ഷേത്രത്തിൻ്റെ മൂലസ്ഥാനം എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പം അത് തന്നെ ആവാനാണ് സാധ്യത. നമുക്കറിയത്തില്ലായിരുന്നു, അപ്പോൾ നമ്മളിവിടെ കയറിയപ്പോഴത്തേക്കാണ് പെട്ടെന്ന് മനസ്സിലായത്. ഇപ്പോൾ വിളക്കൊക്കെ വെച്ചിട്ടുണ്ട്, ഇവിടെ വിളക്കൊക്കെ ഉണ്ട്, വിളക്ക് വെച്ചിരിക്കുന്നത്. വിളക്കുണ്ട്. ഇവിടെ വന്നപ്പോഴത്തേക്ക് ഒരു ചീവിടിനെ കണ്ടു. ചീവിട് ആയിരിക്കുന്ന സാധനം കാണിച്ചു, അതായിരിക്കുന്നുണ്ട് ചീവിട്. ചീവിട് അത് പറന്നുപോയി. ഇതൊരു വല്ലാത്തൊരു വൈബാണ്. ഇവിടെ ഒരു കിണറുണ്ട് കേട്ടോ, ഇവിടെ ഒരു കിണറുണ്ട്. പരിചയമില്ലാത്തവർ വരികയാണെങ്കിൽ ഇതുവഴി വന്നാൽ ഇതിനകത്ത് വീണ് പോവും.
ഈ അമ്പലവുമായിട്ട് ബന്ധപ്പെട്ട് കുഴിച്ച കിണറായിരിക്കും. ഇവിടെ ഒരു ആളും പേരും ഇല്ലാത്ത സ്ഥലമാണ് ഈ സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് ഈ വീഡിയോ കണ്ടിട്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് വേണം ഇവിടെയൊക്കെ കാണാൻ വരുന്നെങ്കിൽ വരാൻ. ഇതുവഴിയൊക്കെ ഒന്ന് നടന്ന് കാണിച്ചു തരാം. അതാ ഇവിടെ ഒരു എണ്ണപ്പന ഉണ്ട്. എണ്ണപ്പനയുടെ തയ്യ. ഇവിടെ എന്തോ ഒരു കാ നിൽക്കുന്നത് കേട്ടോ. ആ മുന്തിരി പോലെ കിടക്കുന്നു. വള്ളി കണ്ടിട്ട് നമ്മൾ ആയുർവേദ ഔഷധ കൂട്ടുകളിലൊക്കെ ചേർക്കാൻ ഉപയോഗിക്കുന്ന, പ്രത്യേകിച്ച് കണ്ണിൻ്റെ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന മരമഞ്ഞൾപ്പൊടി ഉണ്ടല്ലോ. അപ്പോൾ അത് ഒരു വള്ളിച്ചെടിയിൽ നിന്നാണ് എടുക്കുന്നത്. അതായത് ഈ മരത്തിലൊക്കെ പടർന്ന് കിടക്കുന്നതുകൊണ്ടായിരിക്കും അതിനെ മരമഞ്ഞൾ എന്ന് പറയുന്നത്. ഏകദേശം കണ്ടിട്ട് അതിൻ്റെ ഒരു ഇതുപോലെ തോന്നുന്നു. ഒരു ചെമ്പക മരം നിൽക്കുന്നു. അപ്പോൾ അതിനടുത്ത് പോയിട്ട് വരാം. ചെമ്പകം. അയ്യോ, അപ്പോൾ ഈ ചിലന്തി വലയിൽ വീണ് ഞങ്ങൾ ഇരയായി പോയിന്. അയ്യോ, പ്രതീക്ഷിച്ചില്ല. ഭാഗ്യത്തിന് കണ്ടു. അപ്പോൾ എന്തായാലും ഞങ്ങൾ അദ്ദേഹത്തിന് ശല്യം ചെയ്യുന്നില്ല. കുനിഞ്ഞങ്ങ് പോവാം. കുനിഞ്ഞ ഇറങ്ങാം. കാര്യം അത് നമ്മൾ എടുത്ത് കളഞ്ഞുവിടാം. അത് ആർക്കും ശല്യമില്ലാതെ അതിൻ്റെ ഭക്ഷണത്തിന് വേണ്ടി അതവിടെ വല വിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം കുറേ നേരത്തെ കഷ്ടപ്പാടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മളതിനെ എടുത്ത് കളയാൻ പാടില്ല. കാരണം ഇവിടെയൊന്നും ആർക്കും അതൊരു ശല്യമല്ലല്ലോ. ഞങ്ങളങ്ങനെ ഈ നടന്ന് ഈ ചെമ്പകമരത്തിൻ്റെ അടുത്ത് എത്തി കേട്ടോ. എന്ത് ഭംഗിയാണെന്നറിയാമോ ഇവിടെ നിൽക്കാനും ഈ ചെമ്പകപ്പൂക്കൾ കാണാൻ. ഈ ചെമ്പകപ്പൂവിൻ്റെ ഒരു പ്രത്യേക തരം മണമാണ്. നമ്മുടെ കുട്ടിക്കാലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരു മണം. കാരണം എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് വെച്ചിട്ട്, ഇതിൻ്റെ പൂ വെച്ചിട്ട് നമ്മൾ കുട്ടിക്കാലത്ത് ധാരാളം പമ്പരം ഉണ്ടാക്കി കളിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ക്ഷേത്രങ്ങളിലൊക്കെ ചെറിയ കുട്ടികളൊക്കെ താലപ്പൊലിയൊക്കെ എടുക്കുമ്പോഴത്തേക്ക് അവർ താലപ്പൊലി ചമയമായിട്ട് വിൽക്കുന്നത് ഈ ചെമ്പകപ്പൂക്കളാണ്. അങ്ങനെ ഒത്തിരി ഓർമ്മകളുണ്ട്. മാത്രമല്ല ധാരാളം കവിതകളും സിനിമാ ഗാനങ്ങളും ഒക്കെ, ആൽബം സോങ്ങുകളൊക്കെ ഈ ചെമ്പക പൂവിനെ വെച്ചിട്ടുണ്ട്. എന്ത് ഭംഗിയല്ലേ കാണാൻ. ഒരു നൊസ്റ്റാൾജിക് മൂഡ് വരുന്നില്ലേ. അതേപോലെ അതിനോട് ചേർന്ന് തന്നെ പുലട്ടി എന്ന് പറയുന്നൊരു വൃക്ഷം നിൽപ്പുണ്ട്. ഇതിൻ്റെ കായും ഇലകളൊക്കെ അലങ്കാര വസ്തുവായിട്ടൊക്കെ എടുക്കാറുണ്ട്. ശബരിമലയൊക്കെ പോകുമ്പോഴത്തേക്കും അതേപോലെ ആർച്ചകളൊക്കെ ഉണ്ടാക്കാനായിട്ട് പണ്ട് അലങ്കാര വസ്തുവായിട്ട് എടുക്കാറുണ്ടായിരുന്നു. ഇപ്പോഴും എടുക്കുന്നുണ്ട്. ഞങ്ങൾ നേരത്തെ എന്നോ അവിടെയായിരുന്നു. ആ ഷീറ്റ് കൊണ്ട് മറച്ച വഴി ഇവിടെ നോക്കി കാണാൻ കേട്ടോ, ദൂരെയായിട്ട് കണ്ടോ, ശ്രദ്ധിച്ച് നോക്കി കാണാൻ പറ്റുമോ? അപ്പോൾ ഇതാണ് ഇവിടുത്തെ കാഴ്ച. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് തിരികെ കയറാം. ഇനി നമുക്ക് ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴി വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാട്ടിത്തരാം. എന്തായാലും ഒരിക്കലും പ്രതീക്ഷിക്കാതെ ഈ ഒരു സ്ഥലത്തൊക്കെ വന്നു. പെട്ടെന്ന് തോന്നി ഇങ്ങോട്ട് വരണോ. ഇതുവഴി താഴോട്ടൊരു വഴിയായി കാണുന്നുണ്ട്. അപ്പം നേരത്തെ നമ്മൾ കയറി വന്ന് ആ ചെറിയ തടത്തിലേക്ക് നമുക്ക് ഇതുവഴി ഇറങ്ങാൻ പറ്റുമെന്ന് നോക്കാം. അപ്പോൾ ഇതുവഴി താഴോട്ടിറങ്ങി നോക്കാം. ഇവിടെ വേറെ ഒരു ടൈപ്പ് സ്പൈഡർ ഇരിക്കുന്നത് കേട്ടോ. അപ്പം അവനെ നമ്മൾ ശല്യം ചെയ്യുന്നില്ല. അബ്രാമേ, സൂക്ഷിച്ച് വരണേ, വീഴാതെ. ഇവിടെ ക്യാമറയിൽ ശ്രദ്ധിക്കാൻ പറ്റൂല. കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് വഴി അങ്ങനെ ഡേഞ്ചറായ വഴിയാണ്. അത് പാറ കിഴുക്കാൻ തൂക്കായ ഒരു മലയും വഴിയും, പിന്നെ റബ്ബറിൻ്റെ ഇലകൾ വീണ് തെന്നുന്ന അവസ്ഥയിൽ കിടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ക്യാമറ ശ്രദ്ധിക്കാൻ പറ്റത്തില്ല. ഇതൊക്കെ ആ കാവിൻ്റെ ഭാഗമാണ് കേട്ടോ. ഈ സ്ഥലത്ത് റബ്ബറൊന്നുമില്ല. അത് കാവിൻ്റെ ഭാഗമാണ്. ഈ ഒരു സൈഡിലാണ് റബ്ബർ ഉള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് താഴേക്ക് നോക്കുമ്പോഴത്തേക്ക് ചെറുതായിട്ട് ക്ഷേത്രം കാണുന്നുണ്ട്. നേരെ നമുക്ക് ക്ഷേത്രത്തിലോട്ട് ഇറങ്ങാം.
എങ്ങനെയുണ്ട് പരപ്പിൽ പനവുന്നു ഇഷ്ടപ്പെട്ട? താഴെ കണ്ടോ ക്ഷേത്രം കാണുന്നുണ്ട്, അങ്ങോട്ട് പോവാം. ഇന്ന് ആരാധന ഉണ്ടോ ഇല്ലയെന്ന് അറിയാൻ വയ്യ, എന്തായാലും അങ്ങോട്ട് പോയി നോക്കാം. അഭിറാമേ, കയറിയതുപോലെ ഇറങ്ങാൻ പറ്റുന്നില്ലല്ലേ? കയറി ഓടി കയറി തിരിച്ചിറങ്ങാൻ പറ്റുന്നില്ലേ? പണ്ട് ഞങ്ങൾ അഗസ്ത്യരോടും പോയിട്ട് തിരിച്ചിറങ്ങിയ ആ ഒരു ഓർമ്മ വരുന്നു. ഈ വീഡിയോസ് ഞങ്ങൾ കുറേ കാലം മുന്നേ എടുത്തതാണ് കേട്ടോ. എനിക്ക് ചില ശാരീരിക വൈഷമ്യങ്ങൾ ഉള്ളത് കൊണ്ടാണ് എഡിറ്റ് ചെയ്ത് നമ്മുടെ ചാനലിൽ ഇടാൻ കഴിയാതെ പോയത്. ഇപ്പം ഈ ക്ഷേത്രത്തിൽ ഉത്സവം കുടിയേറിയിട്ടുണ്ട്. ഇപ്പം ഉത്സവ കാലമാണ്. അപ്പോൾ ക്ഷേത്രത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ വരാം. ഈ ഉത്സവ നോട്ടീസ് ഞാൻ അവസാനം ഇതിനകത്ത് പിൻ ചെയ്ത് വെച്ചേക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി ഞങ്ങൾ വീണ്ടും വരുന്നതാണ്. അതുവരേക്കും എല്ലാവർക്കും നന്മകൾ നേരുന്നു. ബൈ ബൈ.